എൻ്റെ പേര് സത്യനേശൻ. ഞാൻ 16 എൻ്റെ ജീവിതത്തിൽ ഇന്ന് 70 വയസ്സാവുന്നു. 16 വയസ്സിൽ മത്സ്യബന്ധനത്തിന് ഇറങ്ങിയതാണ്. അന്നത്തെ മത്സ്യബന്ധനം ചാഴത്തടിയാണ്. അന്നത്തെ ഇന്നത്തെ വ്യത്യാസം വരുമ്പോൾ അന്ന് ചാളത്തടിയിൽ തുളഞ്ഞുകൊണ്ടുള്ള, അതായത് തുളവ എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ട് തുളന്ന് മുട്ടിലിരുന്നൊക്കെ തുളഞ്ഞു പോകുന്ന ഒരു ശീലമായിരുന്നു. അതുകൊണ്ട് ഒരു 10-15 വർഷം കഴിഞ്ഞപ്പോൾ അതിൻ്റെ കാലാവസ്ഥ മാറി. ഔട്ട് ബോർഡ് എഞ്ചിന് വന്നു. വഞ്ചിയായിരുന്നു. വഞ്ചിയിൽ ബോട്ടിൽ വെച്ച് ഞങ്ങൾ സാധാരണ കൊച്ചി, നീണ്ടകര, മറ്റേ ഇവിടെ വേപ്പൂര്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വഞ്ചിയിൽ പോകുമായിരുന്നു. ആ കാലഘട്ടം വീണ്ടും മാറി. ഹൗസ് ബോട്ട് എഞ്ചിന് വന്നതിന് ശേഷം മറ്റേ ലൈലൻഡ് എഞ്ചിന് വന്നു. പിന്നെയും ബോട്ടിന്റെ പണിക്ക് ഞാൻ പോയിട്ടുണ്ട്. ബോട്ടിന്റെ പണിയുമായിട്ട് ഏതാണ്ട് രത്നഗിരി വരെ മത്സ്യബന്ധനത്തിന് പോയവരാണ്. തതടി, രത്നഗിരി, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ, ദൂര സ്ഥലത്തൊക്കെ മഹാരാഷ്ട്രയിലൊക്കെ പോയി പണിയെടുത്തിട്ടുണ്ട്. ഇപ്പോഴും വിഴിഞ്ഞം ഹാർബറിലേക്ക് പണിക്ക് പോകുന്നുണ്ട്. ഇപ്പൊ ഈ വയസ്സായതിനു ശേഷം ഹാർബർ തേടി പോകുന്ന ഒരവസ്ഥയാണ്. എവിടെയൊക്കെ ഹാർബർ ഉണ്ടോ അവിടെയൊക്കെ പോയി പണിയെടുക്കുക. കാരണം പ്രായം കഴിഞ്ഞപ്പോൾ നമുക്ക് തുളയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഹാർബറുള്ള സ്ഥലങ്ങളിലേക്ക് മിക്കവാറും ഹാർബറൊക്കെ എവിടെ ഉണ്ടോ അവിടെ പോകുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ ഈ 70-ാം വയസ്സിലും വിഴിഞ്ഞത്ത് പണിക്ക് പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു തുറമുഖത്തിന് തേടി പോകുന്നതും നമ്മുടെ തൊട്ടടുത്തൊരു തുറമുഖം വേണം എന്നുള്ള ഒരു ആശങ്കയിലാണ് ജനങ്ങൾ. എന്നെ പോലെ പ്രായമുള്ളവർക്കും ഒരാശങ്ക ഇതാണ്, ഒരു തുറമുഖത്തിന്റെ അത്യാവശ്യമാണ്. അങ്ങനെ ഏതാണ്ടൊക്കെ ഒരു കാലങ്ങളിലൊക്കെ ഒരു രാഷ്ട്രീയക്കാർ ഇടപെട്ട് ഒരു തുറമുഖം പൊഴിയൂർ എന്നുള്ള ഒരു ഗ്രാമത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ പൊഴിയൂരിൽ വരുന്ന ഗ്രാമത്തിൽ വരുന്നതിൽ ആർക്കും ബാധകമില്ല, നഷ്ടമല്ല. ഒരു വീട് കുടിയൊഴുപ്പ് മാറുന്നില്ല, തീരം നശിക്കുന്നില്ല എന്നുള്ളതിന് ഒരു സംരംഭം മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കായലും കടലും ബന്ധമില്ലാത്ത ഒരു പുതിയൊരു നല്ലൊരു പദ്ധതിക്ക് ഒരു തുറമുഖം ലക്ഷ്യം വയ്ക്ക് തുടങ്ങുന്നു. ഇനി 70 വയസ്സിൽ ആയുസ് ദൈവം നീട്ടി തരികയാണെങ്കിൽ 90 വയസ്സ് വരെ കിട്ടിയാലും ഇതിന് എത്ര പൈസ എനിക്ക് തരുമോ അത്രത്തോളം ഹാർബർ ഉണ്ടെങ്കിൽ പണിക്ക് പോകാൻ എന്നെ കൊണ്ട് സാധിക്കും. എനിക്ക് മാത്രമല്ല, എന്നെ പോലെ പ്രായമുള്ളവർക്കും. ഈ തുറമുഖം ഇല്ലാത്തവർക്കാണെങ്കിൽ ഒന്നും കടലിന്റെ തീരെ എന്താണെന്ന് പോലും നമുക്ക് മണത്തറിയാൻ അടുത്ത് പോകാനും പറ്റില്ല. അപ്പൊ നമ്മളൊക്കെ ഒതുങ്ങി, നമ്മൾ മരണത്തോട് മല്ലിട്ട് വീട്ടിൽ ഒതുങ്ങി കിടക്കേണ്ടുള്ള ഗതികേട് വരും. അപ്പൊ ഇതിനു വേണ്ടി ഒരു തുറമുഖത്തിന് അത്യാവശ്യം എല്ലാവരും ശ്രമിക്കുന്നു. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു തുറമുഖം വരട്ടെ. നമ്മുടെ ആവശ്യത്തിനുള്ള സമയം, നമ്മളെ മരണത്തോട് മല്ലിടുന്നതിന് മുമ്പെങ്കിലും ഒരു തുറമുഖം വരട്ടെ എന്നുള്ളൊരു സന്തോഷം കൊണ്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. എപ്പോഴാണ് ഈ തുറമുഖം വരും, എന്നാണ് ഞാൻ ഇവിടുത്തെ തുറമുഖത്തിൽ പണിക്ക് പോകുമെന്നുള്ളൊരു ആശങ്കയാണ്. വ്യത്യാസം വരുന്നുണ്ട്. ഈ ലൈറ്റിന്റെ സംവിധാനം കടലിൽ ഉൽപ്പത്തി ആയതിനു ശേഷം ആ മീനിന്റെ രുചിയില്ല. നമ്മൾ ഏതോ ദൂരത്ത് പോയി മീനുകൾ കൊണ്ടുവരുന്നു. ആ മീന് കിട്ടും. എപ്പോൾ കിട്ടും? ജൂൺ, ജൂലൈ, ആഗസ്റ്റ്. ഈ 3 മാസം മീനിന്റെ അംശങ്ങളൊക്കെ ചെറിയതായിട്ടൊക്കെ നമുക്ക് കണ്ട് സന്തോഷിക്കാൻ കിട്ടും. പക്ഷെ മീനിന്റെ ആ മത്സ്യത്തിന്റെ രുചികളൊന്നും കിട്ടുന്നില്ല. അത് എങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അത് പഠിത്തം ഉള്ളവർക്ക് മാത്രമേ പറയാൻ പറ്റൂ. അതിന്റെ ഉദാഹരണം വന്നിട്ട് ലൈറ്റ് വെച്ച് മീൻ പിടിക്കുന്നതാണ് കൃത്രിമമായിട്ടുള്ള ബന്ധം. ഓരോ വർഷത്തിനും ഓരോ മീനും നമ്മൾ വിളിച്ച് വളർത്തി കൊണ്ടുവരുന്ന പോലെ മത്സ്യത്തൊഴിലാളികൾക്ക് അറിയാം. ഇന്ന മാസം ഇന്ന മീൻ കിട്ടും, ഈ മാസത്തിൽ ഇന്ന മീൻ കിട്ടും എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അത് വന്നിരിക്കും. ആ കാലാവസ്ഥ അങ്ങനെയാണ്. അതായത് ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ എന്ന് പറഞ്ഞാൽ ഈ കുതുപ്പെന്ന് പറയും, ഈ മറ്റേ നഗര എന്ന് പറയും, മാണ എന്ന് പറയും, പിന്നെ അങ്ങനെ ഇത്തിരി മീനൊക്കെ ഉണ്ട്. അത് കഴുതേടെന്ന് പറയും, കൂനത്തേടെന്ന് പറയും, ഈ വാള എന്ന് പറയുന്ന ഐറ്റം. നമ്മളെ നാടൻ ഭാഷയിൽ ഞാൻ പറയുകയാണ്. ഈ ഐറ്റങ്ങളെല്ലാം ഈ ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസം വരുന്നതാണ്. ഈ ജനുവരി, ഫെബ്രുവരി, മാർച്ചിലൊക്കെ വരുന്നതാണ് ഈ ചാള, നെത്തോലി, ഈ അയില, ഇതൊക്കെ വരുന്നത് ഈ കാലഘട്ടത്തിലാണ്. ഇപ്പോഴും നോക്കുകയാണെങ്കിൽ വർഷകാലത്തിന് വരുന്ന മീനും ഇവിടെ കിട്ടുന്നില്ല. ബാക്കിയുള്ള മീനുകളൊക്കെ കിട്ടുന്നത് ഹാർബറുള്ള സ്ഥലങ്ങളിൽ പോയി ആ ഫിഷിംഗ് ബോട്ടുകാർ കൊണ്ടുവരുന്നതും ഈ ലൈറ്റ് വെച്ച് കൊണ്ടുവരുന്നവന്റെയൊക്കെ മീനുകൾ കൊണ്ടുവരുന്നത് ആ പുതിയ പേരുകൾ തന്നെ നമുക്ക് കാണുമ്പോൾ ഒരു അതിശയം തോന്നുകയാണ്. അപ്പൊ അന്നത്തെ കാലത്തിന്റെ മീനിന്റെ രുചി തേടി പോവുകയാണെങ്കിൽ ആ രുചി ഒന്നും ഇന്നത്തെ മീനിന് കിട്ടുന്നുമില്ല. മത്സ്യമെന്ന് പേര് വാങ്ങിച്ച് നമ്മൾ കഴിക്കുന്നു, അത്രയേ ഉള്ളൂ. ആ മീനിന്റെ ഒരു രുചി പോലും നമുക്കിപ്പോൾ കിട്ടുന്നില്ല. അത് എന്തുകൊണ്ടാണ് രുചി കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല. ഈ സ്രാഗ്, തെരണ്ടിയൊക്കെ ഞാൻ കൊച്ചിയിൽ പോട്ട് ചെയ്യുമ്പോൾ 7 മാറ് താഴ്ച എന്ന് പറയും. അതായത് 1.5 കിലോമീറ്ററിനുള്ളിൽ പോയാൽ ആലപ്പുഴ മുതൽ കൊച്ചി, ആലപ്പുഴ മുതൽ ചെല്ലാനം വരെ ഞങ്ങൾ വലയിടുമ്പോൾ ഈ സ്രാഗ്, തെരണ്ടി കൊണ്ടുവരും. അതിൻ്റെ കൂടെ ചങ്ക്, മുള്ള് ഇതൊക്കെ കൊണ്ടുവരും. ഞണ്ട് കൊണ്ടുവരും. കറയിലിട്ട് തല്ലി ചതച്ച് എടുത്തതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞാൽ പിറ്റന്നാണ് കൊച്ചിയിലേക്ക് പണിക്ക് പോകുന്നത്. ഈ സ്രാഗൊക്കെ ഇപ്പൊ കിടക്കുന്നത് മരുദ്വീപിലാണ്.
ഈ ദ്വീപ് തേടി ഞാൻ തകടിയിൽ ഒരു 10 ബോട്ടിന്റെ ഉടമക്കാരനാണ്. ഒരു ബോട്ട് എന്റെയും സ്വന്തമാണ്. അങ്ങനെ 10 ബോട്ടോളം ഞങ്ങൾ അന്ന് ഈ കാമ്പസോ മറ്റതോ വൈറസോ ഒന്നും ഇല്ലാതെ കാമ്പസ് വെച്ച് പോയതാണ്. ഒരു കപ്പൽക്കാരുടെ മേപ്പ് വെച്ചിട്ട് ഞങ്ങൾ കാമ്പസ് വെച്ച് പോയി 2 ദിവസം, അതായത് 48 മണിക്കൂർ ഓടിയതിനു ശേഷം കടലിന്റെ തീരം പോയി മട്ട് വെച്ച് മീൻ കൊണ്ടുവന്ന് സ്രാവ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം മഞ്ഞത്തിട്ട എന്ന് പറഞ്ഞുള്ള ഒരു തിട്ട കണ്ടുപിടിച്ചതിന് ശേഷം ഈ മട്ടുകാർ കൊണ്ടുവന്ന് സ്രാവുകളൊക്കെ വയ്ക്കുന്നുണ്ട്. അപ്പൊ ഈ സ്രാവിന്റെ അംശം മാറിയത് ഏതാണ്ടൊക്കെ ഒരു 2 കിലോമീറ്റർ അകത്ത് കിടന്ന സ്രാവ് ഇത്രയും അകന്നു പോകാൻ കാരണം എന്താണെന്ന് അത് പഠനം തന്നെ പറയണം. മത്സ്യത്തൊഴിലാളി പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുമാത്രം സ്രാവ് ഉള്ളിൽ പോകുന്നവരും നമ്മൾ ലൈറ്റ് വെച്ച് അതിനെ അങ്ങോട്ട് ഓട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് ചോദ്യത്തിന് ഒരു ഉദാഹരണമാണ്. കാരണം ഈ ചൂട് കാരണം മത്സ്യബന്ധനങ്ങൾ നഷ്ടപ്പെടാറുണ്ട്. ഈ കാലാവസ്ഥ, അതാണ് ഞാൻ പറഞ്ഞത്, ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസം വരുമ്പോൾ ആ സമയത്ത് കിട്ടുന്ന മീന് നമ്മൾ ലൈറ്റ് വയ്ക്കുന്നില്ല, ചൂടില്ല, വെള്ളത്തിന്റെ അന്തരീക്ഷം മോശം നല്ലതാണ് എന്ന് പറയുമ്പോൾ ആ മത്സ്യങ്ങളെല്ലാം കരയ്ക്ക് അടുക്കാറുണ്ട്. ഈ ചൂട് കാരണം നമ്മൾ കരയിൽ നിന്നും മീന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ചൂടോടൊപ്പം തന്നെ ലൈറ്റും കടലിലിറക്കുമ്പോൾ അതിന്റെ ചൂടും കൂടി വേവിക്കുകയാണ്. ഈ രണ്ടും കൊണ്ടാണ് മത്സ്യങ്ങൾ പുറകിലോട്ട് പോകുന്നത്. ഈ മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസം ലൈറ്റ് വയ്ക്കുന്നില്ല, കടലിന് അന്തരീക്ഷം ചൂട് കിട്ടുന്നില്ല, തണുപ്പുണ്ടാകുന്നു. ആ തണുപ്പ് കാരണം മത്സ്യങ്ങൾ നേരെ നമ്മളെ തേടി വരുന്നു. ലൈറ്റ് എന്ന് പറഞ്ഞാല് നമുക്ക് സാധാരണ ഞങ്ങളൊക്കെ കൊണ്ടുവന്നത് ബാറ്ററി ഉള്ള ലൈറ്റാണ്. ഇപ്പോ ഈ ബോട്ടുകാരന്മാര് കപ്പാസിറ്റി ഉള്ള ലൈറ്റ്, അതായത് ജനറേറ്റർ കൊണ്ടുവച്ചിട്ട് 10-500 വാൾട്ട് ബൾബുള്ള ലൈറ്റുകളൊക്കെ ഉപകരണങ്ങൾ കടലിൽ കൊണ്ടുപോയി ചെയ്യാറുണ്ട്. ഇവിടെ തന്നെ വെള്ളത്തിന്റെ അടിയിൽ ലൈറ്റ് ഇട്ട് മീൻ പിടിക്കാറുണ്ട്. മീൻ വരുന്നു. അതിന്റെ ഉദാഹരണം ഞാൻ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച മിനിഞ്ഞാന്ന് 8 മണിക്ക് പണിക്ക് പോയവരാണ്. പോയി നമ്മൾ ലൈറ്റ് കത്തിയിട്ട് ഒരു വഞ്ചിയുടെ പുറത്ത്, അതായത് പണ്ടത്തെ ചാളത്തടി എന്ന് പറഞ്ഞില്ലേ, അതിലൊരു 5 ലൈറ്റും വെച്ച് 2 ബാറ്ററിയും വെക്കും. ഒരു ബാറ്ററിക്ക് 3 ലൈറ്റാണ് അതിന്റെ പവർ. ഇത് വെച്ച് നമ്മൾ കടലിൽ കിടന്നു കഴിഞ്ഞാല് ഒരു 2-3 മണിക്കൂർ നമ്മൾ ഉറങ്ങിയിട്ട് അവന്റെ അടുത്ത് പോയി ചോദിക്കും, വെട്ടത്തിൽ മീൻ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിക്കും. അവൻ പറയും നോക്കി കാണുന്നുണ്ട്. നമുക്ക് നോക്കിയാൽ നമുക്കും കാണാം. ലൈറ്റ് അണച്ചു കഴിഞ്ഞാൽ ഈ മീൻ എവിടെയോ പോകുന്നു. അപ്പൊ ഈ ലൈറ്റിൽ മീനെ നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന പറയാ, കൊണ്ടുപോകുന്ന ഏട്ടനതിനെ ഇങ്ങനെ കവർ ചെയ്ത് വരും. ഇങ്ങനെ കവർ ചെയ്ത് വന്നതിന് ശേഷം ഈ വെട്ടക്കാരനെ കൊണ്ടുവരും ഉള്ളിലേക്ക് അകത്ത് കയറ്റാൻ പറയും. ഇപ്പൊ ഈ വാതിൽ തുറന്ന് കിടക്കുന്നു, നമ്മളിങ്ങനെ വാതിലിൽ നിൽക്കുകയാണ്, ഒരാൾ ലൈറ്റുമായിട്ട് അപ്പുറത്ത് നിൽക്കുന്നു. ആ ലൈറ്റിനകത്ത് കൊണ്ടുവരാൻ പറയും. വീട്ടിന്റെ അകത്ത് കൊണ്ടുവന്നിട്ട് കയറ്റടച്ചു കഴിഞ്ഞാൽ അവൻ ലൈറ്റ് അണയ്ക്കുന്നു. അതാണ് അതിന്റെ ഉദാഹരണം. മീന് നമുക്കാണ് സ്വന്തം. അതാണ് ഈ ലൈറ്റിന് കൊണ്ട് പിടിക്കുന്ന മീൻ. ലൈറ്റ് ഇല്ലെങ്കിൽ വേറെ മീനില്ല. ഈ ലൈറ്റ് വെച്ച് പിടിക്കണമെങ്കിൽ കാറ്റും മഴയും കോഴും ഉണ്ടായാൽ ഒരു ഹാർബർ ഉണ്ടെങ്കിൽ കൃത്യസമയത്ത് നമുക്ക് പോകാനും, അവിടെ എന്തെങ്കിലും കോളാറുണ്ടാവുന്നു, ഒരു പ്രശ്നം വരുന്നു, ഇത്ര മണിക്കൂറിനകത്ത് കര എത്തിയിരിക്കണം എന്ന് നിർദ്ദേശം വരുമ്പോൾ, ഇപ്പൊ എല്ലാവരും വാട്സപ്പിൽ അറിയാമല്ലോ, എത്ര ദൂരത്തിടുന്നാലും അവർ ഓടി എത്തണമെങ്കിൽ, അവരെ ജീവനം കൊണ്ട് രക്ഷപ്പെടണമെങ്കിൽ ഏതെങ്കിലും ഒരു ഹാർബർ ഉണ്ടായേ പറ്റും. അപ്പൊ നമ്മളിപ്പോ വിഴിഞ്ഞത്ത് പോകുന്നു. വിഴിഞ്ഞത്തുനിന്ന് ഏതാണ്ടൊക്കെ വെട്ടുകാട്, തുമ്പ്, വേളി, മരിയനാട് വരെയൊക്കെ പോയി കിടക്കും. അവിടെ നിന്ന് ഓടി അകത്ത് വരുന്നു. വന്നില്ല എങ്കിലോ അവന്റെ ജീവൻ അപകടത്തിലാണ്. അപ്പൊ ഇതൊക്കെ കണ്ടുവച്ചിട്ടാണ് നമ്മളിവിടെ ഒരു ഹാർബർ ഉണ്ടായാൽ കൊള്ളാം എന്നുള്ള ആശങ്കയിലാണ് ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ടുന്ന ഒരു ഹാർബറിന് വേണ്ടി പറയുന്നു. അത് നമുക്ക് കിട്ടണം എന്നുള്ളൊരു, ഇങ്ങനെ കിട്ടിയാലേ എന്നെ പോലെ പ്രായമുള്ളവർക്ക് ജീവിക്കാനും ഒരു മാർഗം ഉണ്ടാവും. ഇല്ല എങ്കിൽ പണിക്ക് പോകാൻ പറ്റില്ല. അത് സൂചനയല്ല. കാരണം നമ്മള് ചാളത്തടിയിൽ കയറി കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ന ദിവസങ്ങളിൽ ഇന്ന മീൻ ഇന്ന ഭാഗത്തേ വരും, വേറെ ആരും അനങ്ങത്തില്ല. ഒരു കായല്, ഇപ്പൊ കായലിൽ നമുക്കറിയാം സാർ, ഈ കായലിന്റെ തീരത്ത് കുറച്ച് മീൻ ഇങ്ങനെ കിടക്കുന്നു. മറ്റുള്ളവരൊന്ന് അനക്കാനോ ആടാനോ ഒന്നും ചെയ്യുന്നില്ല. ഈ പരിസരത്ത് ആരും വരുന്നില്ല എന്ന് പറഞ്ഞാൽ പിറ്റന്ന് നമ്മൾ പോകുമ്പോൾ നമുക്കറിയാം ഈ മീൻ അവിടെ തന്നെ ഉണ്ടാവും. വഴിപോക്കനായിട്ട് ഒരുത്തം വന്നൊരു കല്ലെറിഞ്ഞാൽ ആ മീൻ അവിടെ നിന്ന് അപ്പുറത്ത് മാറും. അപ്പൊ കായലിന്റെ അന്തരീക്ഷവും അങ്ങനെയാണ്. ലൈറ്റിന്റെ പ്രകൃതിയില്ല, ചൂടിന്റെ അന്തരീക്ഷം മാറുന്നില്ല, ആ മീൻ അവിടെ തന്നെ കിടക്കും. അല്ല എങ്കിൽ എന്ത് ചെയ്യുന്ന, അന്നത്തെ കാലത്ത് കടൽക്ഷോഭം ഉണ്ടായാൽ ആ മീന് കടൽ കൊണ്ട് അടിച്ച് കരയിൽ കയറ്റും. അപ്പൊ കൊച്ചു പ്രായത്തിൽ ഞങ്ങളെ പോലുള്ളവർ കരയിൽ നിന്ന് നിൽക്കുമ്പോൾ ഒരു കടൽ വന്ന് അടിക്കുന്നു, കായലിന്റെ മീന് മരിക്കാൻ വേണ്ടി വന്ന പോലെ വരുന്നു, അത് കരയിൽ കയറുന്നു. പിന്നെ ഈ മീന് കവറും കൊണ്ട് നമ്മൾ പിറക്കി ഒതുക്കിയെടുക്കുന്നു.
അങ്ങനെയുള്ള കാലഘട്ടം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവം ഉണ്ടാകും. എനിക്ക് 16 വയസ്സിൽ പണിക്ക് പോയെങ്കിൽ ഒരു 22 വയസ്സ് വരെയും ഞാൻ ഈ കടലിൽ കയറുന്ന മീനുകൾ ഒതുക്കിയെടുക്കാൻ പോയിട്ടുണ്ട്. ആ തീരത്ത് തന്നെ ഒന്ന് കയറി കിടക്കും. അത് കൊഴിയാള്, ഈ നെത്തലി, ചാള, ഇതൊക്കെയാണ് അന്ന് കയറുന്നത്. ആ ചാകരയുമുള്ള സമയത്ത് അവിടെ കയറുന്നു. ഈ ചാകര ഇല്ലാത്ത സമയത്ത് കടൽ കൊണ്ടടിച്ച് ഇവിടെ കയറുന്നു. ഇവിടെ ചാകരയുള്ള സമയം കയറില്ല. ഇത് ആഴക്കടലാണ്. ചാകര എന്ന് പറയുന്നത് ഈ തീരത്തുണ്ടായിട്ടില്ല. ഇത് ആഴക്കടലാണ്. ആഴം കുറവുള്ളിടത്താണ് സാഗര ഉണ്ടാകും. അതായത് തോട്ടപ്പള്ളി, പുറക്കാട്, അമ്പലപ്പുര, ആലപ്പുഴ ഇങ്ങനെയുള്ളിടത്ത് സാഗര ഉണ്ടാകും. അവിടെയൊക്കെ നമ്മൾ പണിയെടുത്തവരാണ്. സാഗര എന്ന് പറഞ്ഞാൽ കടൽ ശാന്തമായിട്ട് ഇങ്ങനെ കിടക്കും, കായൽ പോലെ കിടക്കും. ഇവിടെ നിന്ന് ഈ തീരത്തിൽ നിന്ന് ഏതാണ്ട് ഒരു 100-150 മീറ്റർ ഉള്ളിൽ പോയാലും കടലെന്നുള്ളത് നമ്മൾ തിരിച്ചറിയില്ല. അങ്ങനെ കിടക്കും. അഥവാ ഉണ്ടായാൽ ഒരു മാസം കഴിഞ്ഞ് ഇത്തിരി ഒരടി പൊക്കത്തിൽ കടൽ ഇങ്ങനെ വാങ്ങി തിരിച്ചു വരും. അതാണ് സാഗര എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ കടലാണ്, ഉൾക്കടൽ താഴ്ച ഉള്ള കടലായതുകൊണ്ട് സാഗര എന്നുള്ള ഇത് ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടായാൽ തന്നെയും നമ്മളെപ്പോലെ പ്രായമുള്ളവർക്ക് പോകാൻ പറ്റുന്ന കടലേ ഉണ്ടാവും. കൊച്ചു പിള്ളേർക്കൊന്നും അങ്ങനെ ഉണ്ടാവില്ല. അത് സാഗര എന്നുള്ള സാഹചര്യത്തിൽ അവർ പറയുന്നതാണ്. അങ്ങനെയുള്ള സമയത്ത് ഞാൻ നേരത്തെ ഒരു വാക്ക് പറഞ്ഞല്ലോ, ഈ ഇവിടെ കടൽസവം കൊണ്ട് മീൻ മരിക്കാൻ വരുന്നത് പോലെ വരുമ്പോൾ ആരും കടലിൽ പോയി മീൻ എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ കടലടിച്ച് കറക്കയറുന്നതാണ് ഇവിടത്തെ സാഗര നമ്മൾ പറയും. അവിടത്തെ സാഗര എന്ന് പറയുന്നത് അങ്ങനെയല്ല. അവിടെ എന്ന് പറഞ്ഞാൽ കടൽ ശാന്തമായിട്ട് കിടക്കുമ്പോൾ ഈ മത്സ്യം കടലാണെന്ന് ഓടി വരുമ്പോൾ കരയിൽ വന്ന് കയറും. പിന്നെ അത് കയറുമ്പോൾ കടലില്ല, കരയിൽ കയറും. അങ്ങനെയൊക്കെ ഉണ്ട്. കാരണം വെള്ളത്തിന്റെ ഒഴുക്ക് കണ്ടതുപോലെ 3 ഐറ്റം കടൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ മനസ്സിലായി. നമ്മുടെ ഭാഷയിൽ കരനീരെന്ന് പറയുന്ന ഒരു കടൽ വരും. കരനീരെന്ന് പറയും. അതിലൊരു കട്ടി ചെമ്മണ്ണ് പോലുള്ള ഒരു കളറ്, ചുവപ്പ് കളർ വരും. പിന്നെ ഒരു കടൽ, ഒരു കറുത്ത കടൽ എന്ന് പറഞ്ഞിട്ട് ഒരു കടൽ വരും. ഈ മാസം വരും. അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ചിൽ വരും. നീലക്കടൽ. അവിടെ നിന്ന് ആ വലുവ് ഇങ്ങോട്ട് വരുമ്പോൾ, ഒഴുക്ക് കിഴക്കുന്ന് വടക്കോട്ട് വരുമ്പോൾ ആ കടൽ വരും. തെക്കുന്ന് വരുമ്പോൾ കടലിനൊരു ശാന്തമായ ഒരു അന്തരീക്ഷം വരും. ഇവിടെ നിന്നൊരു, അതിനെ നമ്മുടെ ഭാഷയിൽ കടവാക്കെന്ന് പറയും. അതല്ല, കടൽ കുളഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന ഒരു കളറിന്റെ എല്ലാം കൂടി ഒരു പരുവത്തിൽ കിടക്കും. ആ പരുവത്തിലാണ് ഈ ജൂൺ ജൂലൈ മാസമുള്ള മത്സ്യങ്ങൾ ഉണ്ടാകുന്നത്. അതായത് കടലിൽ നിന്ന് വരുന്ന ജനുവരി, ഫെബ്രുവരി, മാർച്ചിലൊക്കെ വരുന്ന നീലക്കടലെന്നും പറയും, കരുത്ത കടലെന്നും പറയും, കരുപ്പ് കടലെന്നും പറയും. കറുത്ത കടൽ, കരുപ്പ് കടൽ, നീലക്കടൽ എന്നൊക്കെ പറയുന്ന 3 ഐറ്റം കടൽ വരും. അല്ലാതെ ഈ മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസം വെച്ചാൽ കടവാക്ക് വെച്ച് നിൽക്കുന്ന ഒരു പരുവം എന്ന് പറയും. അതായത് ഈ കടലൊക്കെ കുളഞ്ഞു മരിഞ്ഞ് മണ്ടിയുമായിട്ട് ഇങ്ങനെ കിടക്കും. ആ കണ്ണിനും മീനിന്റെ എണ്ണം കാഴ്ച കിട്ടൂല. ഈ സമയത്താണെങ്കിൽ നമ്മൾ ഏതാണ്ട് ഒരു 5 കിലോമീറ്റർ അല്ലെങ്കിൽ 2 കിലോമീറ്റർ ഉള്ളിൽ പോകാൻ മണൽ നമുക്ക് കാണാം. കടലിന്റെ അടിയിലുള്ള മണൽ ഒരു തെളിഞ്ഞു നിൽക്കും. ഞണ്ടുകൾ ഓടുന്നത് കാണാം, വേസ്റ്റുകൾ കിടക്കുന്നത് കാണാം, കടലിന്റെ മണ്ണിന്റെ ഓളം കാണാം. ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ ഓളം വെച്ച് മണലൊക്കെ നിൽക്കുന്ന പടി പോലെ ഇങ്ങനെ കയറി പോകുന്ന പോലെ ഓളം കാണാം. മറ്റു സമയത്താണെങ്കിൽ മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ് ആണെങ്കിൽ ആ ഓളങ്ങളൊന്നും കാണൂല. കടൽ അന്തരീക്ഷം ഇരുളുകൊണ്ട് മൂടി നിൽക്കും. അതാണ് ഈ മത്സ്യത്തിന്റെ നല്ല മീനുകൾ വരുന്ന കാലാവസ്ഥയുള്ള സമയം. ഇപ്പൊ തെളിഞ്ഞു കാണാം. ഇന്ന് കടൽ ശോഭമാണ്, കടലടിക്കുന്നുണ്ട്. ഇന്നലെ വരെയും കഴിഞ്ഞ ആഴ്ച വരെയും ആ തെളിഞ്ഞു കാണും. ഈ തെളിഞ്ഞു കാണുന്ന സമയത്താണ് മത്സ്യം കുറയുന്നത്. അത് ഈ കടലിന്റെ അടുത്ത് മീൻ വരുന്നില്ല. ലൈറ്റ് കാണുമ്പോൾ, രാത്രിയിൽ ലൈറ്റ് കാണുമ്പോൾ മത്സ്യത്തിന് ലൈറ്റിനെ തേടി വരുന്നു. പകല് മണ്ണിന്റെ വെട്ടം കാണുമ്പോൾ മത്സ്യം ഉള്ളിലേക്ക് പോകും. അതാണ് എൻ്റെ രീതി. അത് വെള്ളത്തിന്റെ ഒഴുക്കാണ്. അത് ഒരു നിമിഷം ഏത് രീതിക്ക് വരുന്നു, ഏത് ദിശയിലേക്ക് വരുന്നു എന്ന് ആർക്കും പറയാൻ പറ്റില്ല. നമ്മൾ വെറുതെ കിടക്കുമ്പോൾ ചിലപ്പോൾ അവിടെ നിന്ന് ഒഴുക്ക് വരുന്നത് ഒരു 2-3 സ്പീഡിൽ അങ്ങ് പോകും. അതായത് നമ്മൾ ബസ്സിൽ ഇപ്പൊ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മിനിമം 10 സ്പീഡിൽ പോകും. വെള്ളത്തിന്റെ ഒഴുക്ക് വരുമ്പോൾ 20 സ്പീഡിലും ഒഴുക്കും കൊണ്ടുപോകും. അതുപോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. തിരിച്ച് കടലിൽ നിന്ന് മുകളിൽ നിന്ന് കരയിലേക്ക് വരും. കരയിൽ നിന്ന് ഉള്ളിലേക്കും പോകും. അത് 4 ദിശയിലും ഒഴുക്ക് മാറുന്നുണ്ട്. അതെങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല. ആ ശാസ്ത്രജ്ഞന്മാർക്ക് പറയാൻ പറ്റും. അത് തന്നെ ആ രീതി. മേലാച്ചേൽ എന്ന് പറഞ്ഞാൽ അതാണ് ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസം വരുന്നത്. മേലാച്ചേൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതും
ജനുവരി ഫെബ്രുവരി മാർച്ചിലൊക്കെ വരുന്നത് കീഴാച്ചാൽ ഇങ്ങോട്ട് വരുന്നത്. പിന്നെ മാർച്ച് ഏപ്രിലൊക്കെ വരുമ്പോൾ ഉള്ളുന്ന് കടല് തിരയടിച്ച് കരയിൽ കയറുന്നത്. അങ്ങനെ 3-4 ചേലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരും. അത് ചേലെന്ന് ഇവിടെ നമ്മുടെ നാടൻ ഭാഷയിൽ പറയുന്നത്. മത്സ്യം വയ്ക്കുന്നത് ഞണ്ട് കിട്ടും. ഞണ്ട് വല എന്ന് പറയും. ഇത്താത്ത് വല എന്നൊരു ഐറ്റം പറയും. അവരിന്ന് കൊണ്ട് 6 മണിക്ക് പോയി ഏതാണ്ടൊക്കെ 5 മണിയാകുമ്പോൾ അവർ പോയി കടലിന്റെ തീരത്ത്, ഇത് ഹാർബറൊക്കെ ഇല്ലാത്ത സ്ഥലത്തുള്ള അനുഭവമാണ്, അവരുകൊണ്ട് കരയിൽ വയ്ക്കും. രാത്രി 2 മണിക്ക് അവർ എണീറ്റ് പോകും, കടലിൽ പോകും, അതിനെ വലിച്ചു കൊണ്ടുവരും. കൊണ്ടുവന്നിട്ട് ഇതിനെ കളിച്ച് പിറക്കിയെടുക്കുമ്പോൾ, അത് കടലാണെങ്കിലോ പണിക്ക് പോകാൻ പറ്റില്ല. കടലില്ലാത്ത സ്ഥലങ്ങളിൽ ഈ സമയങ്ങളിലൊക്കെ അവർ പോകും, പോയിട്ട് അതിനെ കൊണ്ടുവരും. പിന്നെ റോള് വല എന്നുള്ള ഒരു ഐറ്റം ഉണ്ട്. അത് ഏതാണ്ടൊക്കെ ഒരു 4 മണിക്ക് എണീറ്റ് പോയാൽ 5 മണിയാകുമ്പോൾ വെള്ളത്തിൽ വിടും, 6 മണിക്ക് വലിക്കും. 8-9 മണിയാകുമ്പോൾ അവർ മീനും കൊണ്ടുവരും. പിന്നെ കമ്പുവല എന്ന് പറയുന്നുണ്ട്, ഇവിടുത്തെ നാട്ടിലെ കരമടി എന്ന് പറയും. അവർ രാവിലെ ഒന്നുമില്ലെങ്കിലും 10 വയസ്സായ എന്നെ പോലെ പ്രായമുള്ളവരെ കൊണ്ടുപോയി വലിച്ച് കറക്കയറ്റ്. കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിൽ ഒന്നുമില്ല. ചിലപ്പോൾ ഈ ചൊരി എന്ന് പറയുന്നത്, നീവള എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട്, അളുമ്പ എന്ന് പറയും, ഇതൊക്കെ പറയും. ഇങ്ങനെ പറയുമ്പോൾ അത് നിറച്ചു കയറും. ഇല്ലെങ്കിൽ നെത്തോലിയോ ചാള ചൂര വേളാവ് ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ അത് പെടും. അവര് ഇപ്പൊ ഒന്നുമില്ല, ഇപ്പൊ അങ്ങനെയുള്ള മത്സ്യങ്ങളേ ഇല്ല. കരക്കുമടി എന്നുള്ള ഒരു സാധനമുണ്ട്, ഇന്ന് നീരോടിൽ ചൂര ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഉള്ളിൽ പോയി മീനിന്റെ പുറത്ത് കിടക്കും. അത് കണ്ടതിന് ശേഷം ഇങ്ങനെ വളച്ചിട്ട് കോരിയെടുക്കും. ആ പരിപാടി ഇപ്പോഴും പണി നടക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ടാകുന്നത് ഈ മാസങ്ങളിലാണ്. ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ വരെ ഈ സീസൺ നടക്കും. ഏപ്രിൽ കഴിഞ്ഞാൽ ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസമെല്ലാം വിഴിഞ്ഞത്ത് ഹാർബർ അവയവമാണ് നമുക്കുള്ളത്. അപ്പൊ വിഴിഞ്ഞം ഹാർബർ പോലെ ഒരു ഹാർബർ വന്നു കഴിഞ്ഞാല് ഇവിടുത്തെ ജനങ്ങളും പിടിച്ചു നിൽക്കാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ ഒരു ഹാർബറിന്റെ ആവശ്യം. ഹാർബറില്ലെങ്കിൽ നമ്മളെപ്പോലുള്ളവരുടെ വയസ്സ് ഒന്നുമില്ല, പ്രായങ്ങളൊന്നുമില്ല. പണി ചെയ്തില്ലെങ്കിൽ പെണ്ണുങ്ങൾ പറയുന്ന വാക്കും കേട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ട് ഉണ്ടായിരിക്കണം. ഈ ചൂണ്ടപ്പണി ഇത് തന്നെയാണ്. ചൂണ്ടയും പോകുന്നതും ഹാർബറുള്ള സ്ഥലങ്ങളിലാണ് വിജയം. ഇവിടങ്ങളിലൊക്കെ പോകാൻ പറ്റൂലല്ലോ, കടൽ ക്ഷോഭം കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കടലില്ലെങ്കിൽ ഈ കാലഘട്ടത്തിലൊക്കെ നമുക്ക് ചൂണ്ടയ്ക്ക് പോവാം. ചൂണ്ടയ്ക്ക് എവിടെ കിട്ടിയാലും മീനും കൊണ്ടുപോകുന്നത് പുതിയതുര, പൂവാറ്, പുല്ലുവിള, വിഴിഞ്ഞമാണെങ്കിലോ മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ്, അത് കഴിഞ്ഞാൽ ആരും അവിടെ പ്രവേശിക്കാൻ പാടില്ല. അവരുടെ നാട്ടിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. അവിടെ നിന്ന് മാറ്റിവിടുക, അവിടെ നിന്ന് ഓടി എവിടെയെങ്കിലൊക്കെ പോയിക്കൊള്ളണം. പണ്ട് കച്ചാവല, ചാളവല, തരത്തുവല, അതായത് നൊത്തോലി വല, ചാളവല, തരത്തുവല, പിന്നെ എച്ചമല, കരമടി, തട്ടുമടി, ഇതൊക്കെയാണ് കോലാച്ചുമടി. ഇങ്ങനെയുള്ള ഐറ്റമാണ് പണ്ടേ ഉള്ളത് ശീലം. ഇപ്പൊ അതെല്ലാം എടുത്തു പോയിട്ട് ഇപ്പൊ നിലവിൽ നിൽക്കുന്നത് കരമടി എന്നുള്ള ഭാഗം ഇല്ല. ഇപ്പൊ ഉള്ളത് വലിയ വല, ഈ താത്തുവല, നണ്ടുവല, റോള് വല, ഇത് മാത്രമേ ഇവിടെ ഉണ്ട്. കരമടി ഉണ്ട്, കരമടിക്ക് വരുമാനമില്ല, ആരും ജോലി ചെയ്യുന്നില്ല. തട്ടുമടി എന്ന് പറഞ്ഞാല് പണ്ട് ചാളത്തടിയിൽ പോകുന്ന തട്ടുമടിയാണ്. അതായത് അന്നത്തെ കാലത്ത് 4 പേര് മതിയാവും, 2 ചാളത്തടി. ഒരു മടി പോയി കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള മീൻ കിട്ടും. ആവശ്യം എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് അധികവും കിട്ടും, ബാക്കി കളഞ്ഞിട്ടും വരും. ഇപ്പോഴുള്ള തട്ടുമടി എന്ന് പറയുന്നത് അങ്ങനെയല്ല. 2 പ്ലൈവുഡ്, 4 ഔട്ട്ബോർഡ് എഞ്ചിൻ, പിന്നെ അത് കൂടാതെ 4 ചെറിയ കട്ടമരം, അതിൽ ഒരു 4 ബാറ്ററി, ഒരു 16 ലൈറ്റ്. അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് ഒരു 20-25 പേർക്കാണ് ഇവിടെ നടക്കുന്ന തട്ടുമടി. അതായത് നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ഈ 6 മാസവും ഈ തട്ടുമടിക്ക് ഈ സ്വന്തം നാട്ടിലുള്ള ജീവിതമാണ്. ഇത് കഴിഞ്ഞാൽ ഈ തട്ടുമടിയുടെ എല്ലാ ഭാഗം മാറ്റിവെച്ചിട്ട് 2 പഞ്ച്, ഈ തട്ടും മടിയും, അതുകൂടാതെ 4 ഔട്ട്ബോർഡ് എഞ്ചിന്, ഈ 16 പേരടങ്ങുന്ന, മിനിമം 10 പേര്, അതിൽ കൂടുതൽ വേണമെങ്കിൽ എത്ര പേർക്കും പോകാം. അത് വിഴിഞ്ഞം ഹാർബറിൽ. ആ 3 മാസം കഴിഞ്ഞാൽ അവർ അതിനെ ഒതുക്കി നമ്മുടെ നാട്ടിൽ വരാൻ പറയും. ബാക്കിയുള്ള ദിവസം നമ്മൾ അഭയം തേടുന്നത് ഒന്നുകിൽ പട്ടണ ഹാർബർ, ഇല്ലെങ്കിൽ വിഴിഞ്ഞം ഹാർബർ. ഇല്ലെങ്കിൽ ആ പണിയും ഇല്ല, ഒതുങ്ങി വീട്ടിയിരിക്കേണ്ടതാണ്. അതാണ് ഞാൻ ഓർമ്മ ഉണ്ട്. ആദ്യത്തെ അനുഭവത്തിൽ ഞാൻ എൻ്റെ ഒരു അളിയൻ പണിക്ക് എന്നെ കൊണ്ടുപോയി ചാളത്തടിയിൽ കൊണ്ടുപോയി. അവിടെ ഈ ഓക്കാനിപ്പ് വന്ന് ഛർദ്ദിച്ചു. അതിനുശേഷം ഒരു 10 മിനിറ്റോളം കിടന്നു. പിന്നെ ഛർദിലൊക്കെ മാറി ഞാൻ തുളയാൻ തുടങ്ങി. പിന്നെ അന്ന് തൊട്ട് നമുക്കൊരു എക്സ്പീരിയൻസ് ആയി. അതുകൊണ്ട് നമ്മൾ ഈ ചാളത്തടിയിൽ പോകുന്നത് നൂല് കൊണ്ടുള്ള ചെറിയ പഞ്ഞ് നൂർത്തുന്ന നൂലുണ്ടല്ലോ, ആ നൂലിലുള്ള ഏറ്റമായിരുന്നു അന്ന്. ആ എണ്ണങ്ങളായിരുന്നു നൂല് കൊണ്ട് നൊയ്യുന്ന, ഇതായത് നമ്മുടെ തുണി പോലെ.
വല, അന്നത്തെ വല. ഈ നൊത്തൂലി വലയായിരുന്നാലും ചാള വലയായിരുന്നാലും എച്ച വലയായിരുന്നാലും അന്നത്തെ നൂല് വലയാണ്. പഞ്ഞി കൊണ്ടുള്ള നൂർത്തുന്ന നൂലാണ്. പക്ഷെ സാധാ ചാളത്തടി. അതിൽ മീൻ വയ്ക്കുന്ന ഓമലെന്ന് പറയുന്നത് പന ഓല കൊണ്ടുണ്ടാക്കിയതാണ്. അന്ന് ഏതാണ്ട് 16 മുതൽ 25 വയസ്സ് വരെയും ആ ജീവിതമായിരുന്നു. ഈ കോലാച്ചുമടി എന്ന് പറയുന്നത് പന ഓല കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഓല കൊണ്ട് മീന് ഓടി വരുന്നതാണ്. ഇന്ന് ആ കാലങ്ങളൊക്കെ മാറിയിട്ട് നൈലോൺ കോലാച്ചുമടി എന്ന് പറയും. കോലാച്ചു വല എന്ന് പറയുമ്പോൾ ഈ പന ഓല കൊണ്ട് വള്ളി കെട്ടി ഇട്ടിരിക്കും. അപ്പൊ ഈ ഇത്രയും നീളമുള്ള മീൻ, അതിന്റെ പേരെന്തിനാ, വാളാമുരല്, ഇങ്ങനെയുള്ള ഒരു ഐറ്റം മീനാണ്. ആ ഐറ്റങ്ങൾ ഈ വെള്ളത്തിന്റെ പുറത്തുള്ള ഓല കാണുമ്പോൾ ഇത് കണ്ടിട്ട് ഓടി വരും. ഈ തിണൽ കണ്ട് ഓടി വരും. അതുകൊണ്ട് വലിച്ചു ചേർന്നാണ് ഈ കോലാച്ചി വല. അത് ഉണ്ടാക്കിയെടുക്കുന്ന പന ഓല കൊണ്ടാണ്. പന ഓല ഉണ്ടാക്കുന്ന ഉമലാണ് അന്നത്തെ കാലം. ഇന്ന് അതല്ല. ഇന്നെല്ലാം ഫൈബർ, ഈ പെട്ടി, സർക്കാർ കൊടുക്കുന്ന ഫൈബർ പെട്ടി, അതൊക്കെ കൊടുക്കുന്നത്, ഐസ് ബോക്സ്, ഇതൊക്കെ വെച്ചാണ് പണിയുന്നത്. അന്നത്തെ കാലത്ത് നമ്മൾ സ്വന്തമായിട്ട് നെയ്തെടുക്കും. നൂലുകൾ വരും, നമ്മൾ നൂലിനെ ഇങ്ങനെ വിട്ട് മുറുക്കി എടുക്കും, അതിനെ മുടിക്കാൻ കൊടുക്കും. ഇപ്പൊ നൈലോൺ നൂല് കൊണ്ട് വല നെയ്യുന്ന പോലെ അന്നത്തെ പെണ്ണുങ്ങൾ ഈ നൂല് കൊണ്ട് നെയ്യുന്നതാണ്. തുളവ 4 കട്ടമരം കൊണ്ടുവന്നിട്ട് 4 കട്ടമരം, 4 കട്ടമരത്തിനെ ഒന്ന് ചേർക്കുമ്പോഴേ ഒരു മരമാവും. 4 പീസിനെ ഒന്നാക്കും. അതിന് പണ്ടത്തെ കടിയായെന്ന് പറയും. 2 സൈഡും കെട്ടിവെക്കണം. ഇതിനെ ഉറപ്പിച്ച് കെട്ടാൻ വേണ്ടി അതിനെ ചേർത്ത് കെട്ടണം. നടുക്കൊരു കെട്ട് കെട്ടണം. അപ്പൊ നമ്മളെ കൈവിട്ട് അങ്ങ് പോവില്ല. അതിൻ്റെ അകത്ത് നമ്മൾ കയറി നിന്ന് തുളഞ്ഞു കൊണ്ടുപോകും. കിട്ടുന്ന മീനും അതിൻ്റെ അകത്ത് വയ്ക്കും. അത് കൈപ്രയോഗമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിലുള്ള നൊത്തോലി വലയെങ്കിൽ ഈ നൂലിലൂടെ നെയ്യുന്ന നൊത്തോലി വല. അതിന് ഉപകരണമായിട്ടുള്ള ഉമലെന്ന് പറയും. ഈ മറ്റേ ഇത് കൊണ്ട് പന പോലെ കൊണ്ട് ഉണ്ടാക്കുന്ന ഇത് രീതി. പിന്നെ നമ്മൾ കൈ കൊണ്ട് മുടിക്കുന്ന കയറ് കൊണ്ടുള്ള ഒരു മാല് അതിൽ ഒതുക്കി കെട്ടിവെക്കാൻ വേണ്ടി. ഇതൊക്കെയാണ് അന്ന് കൊണ്ടുപോകുന്നത്. പിന്നെ മുതപ്പ എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരെന്താ, ഈ ചില്ലെ അക്കേശി എന്ന് പറയും. അതുപോലുള്ള മരത്തിന്റെ ഒരു പീസാണ് മുതപ്പ എന്ന് പറഞ്ഞിട്ട് ഇത്ര നീളത്തിലൊക്കെ മുറിച്ചിടും, വെള്ളത്തിൽ കെട്ടിയിടാൻ വേണ്ടി. ഇന്ന് അതിനെ പ്ലൈവുഡ് ആയിട്ട് പ്ലോട്ട് വന്നു. ഇപ്പൊ പ്ലോട്ട് എന്ന് പറയും. സ്ത്രീകൾ തന്നെയാണ് ചെയ്യും. അന്നത്തെ പുരുഷന്മാരും നെയ്യും, വയസ്സായവർ മാത്രം. ഇപ്പൊ വല നെയ്യ് കമ്പ്യൂട്ടറിലാണല്ലോ, മെഷീൻ കെട്ട് വലയിലേ കൊണ്ടുവരുന്നത്. അത് വലിയ വലയ്ക്കുള്ള വല മുടിക്കുന്നുണ്ട്. കൂടുതലും മെഷീൻ കെട്ട് വലയാണ് എടുക്കുന്നത്. എന്റെ പണി, ദ്വീപിലുള്ള പണി വേണ്ട എന്ന് വെച്ചത് ഒരു അനുഭവം. ഏതാണ്ട് 55 വയസ്സ് ആവുമെന്ന് തോന്നുന്നു. കാരണം ഞാൻ ഇവിടെ നിന്ന് ഒരു രത്നഗിരിക്ക് ഒരു ബോട്ട് കൊണ്ടുപോയി. അപ്പൊ എനിക്ക് സ്വന്തമായിട്ടൊരു ബോട്ട് തതടിയിലാണ് ഞാൻ കൊണ്ടിറക്കിയത്. തതടിയിൽ ഞാൻ സ്വന്തമായിട്ടൊരു ബോട്ടും കൊണ്ടുപോകുമ്പോൾ എന്നോടൊപ്പം 5 ബോട്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്രാവ് പിടിക്കുന്ന ഒരു അനുഭവം പറഞ്ഞല്ലോ, ആ ബോട്ടും കൊണ്ടുപോയി 48 മണിക്കൂർ കടലിലേക്ക് പോകണം. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പോയ അനുഭവമാണ്. അന്നുകൊണ്ടാണ് ഈ ഉൾക്കടൽ മത്സ്യം ഞാൻ നിർത്തിയത്. അത് തന്നെയാണ്. അങ്ങോട്ട് പോകുമ്പോൾ 48 മണിക്കൂർ പോയിട്ട് ഒരു ദശയും കിട്ടുന്നില്ല. ഈ 48 മണിക്കൂർ കഴിഞ്ഞ് പോയതിനു ശേഷം ഒരു രാജ്യം അവിടെ കാണുന്നു. അതായത് ഗോവയുടെ നേര് കടല്, തതിടിയുടെ ഇപ്പുറത്ത് കാർബാറിന്റെ നേരുള്ളിൽ. അവിടെ കണ്ടപ്പോൾ അവിടെ വെച്ച് ഈ 10 ബോട്ടുകാർ ഒന്നിച്ചു കൂടി. അപ്പൊ നമ്മൾ ഐസും പെട്ടിയും ബോക്സും ഒന്നുമില്ല, ഉപ്പ് ഒരു 10-25 ചാക്ക് ഉപ്പ് കൊണ്ടുപോയി. ഈ 10 ബോട്ടുകാർക്ക് രക്ഷപ്പെടാനുള്ള ഒരു കാമ്പസ് മാത്രമേ ഉള്ളൂ, 2 കാമ്പസ്. അവിടെ കൊണ്ടുപോയപ്പോൾ സ്രാവുകൾ വെള്ളത്തിന്റെ മീതെ ഓടുന്നത് കാണാം. വലിയ മീനാണ്. ഇവിടെ പടമൊക്കെ ഞാൻ വച്ചിരുന്നതാണ്. കോട്ടയൊക്കെ ഓടുന്ന പോലെ, കായലിൽ ഓടുന്ന പോലെ ഓടുന്നു. അപ്പൊ ഈ ഉള്ളി സവാള ഉണ്ടല്ലോ, അതിന് മീനില്ലല്ലോ, നമ്മളത് കൊണ്ടും പോയിട്ടില്ല. സവാള അറുത്തിട്ട് ചൂണ്ടയിട്ട് മീൻ പിടിച്ചു. സവാളയെ കിട്ടി. കാരണം ഒന്നും ഇല്ലാതെ അലന്ന് കിടക്കല്ലേ, എന്ത് കിട്ടിയാലും അത് ഓടി വന്നെടുത്തു. അങ്ങനെ കിട്ടിയപ്പോൾ മീനെ കണ്ടിച്ച് മീൻ ആവശ്യത്തിന് മീൻ കിട്ടി. ഈ മീനിനെ വെച്ച് സ്രാവിനെ കഴിച്ചു. സ്രാവിനിട്ടപ്പോൾ 2 ബോട്ട് ഫുള്ളായിട്ട് സ്രാവ് കിട്ടി. അപ്പൊ സ്രാവിനെ ഒന്നും ചെയ്യാൻ പറ്റൂല. ഇപ്പോഴാണെങ്കിലോ നമ്മൾ കീറി മുറിച്ച് ഐസ് വെച്ച് പാക്ക് ചെയ്തിട്ട് 1 മാസമോ 2 മാസമോ വേണമെങ്കിലും കഴിഞ്ഞ് കൊണ്ടുവരാം. ആ സ്രാവിനെ കൊണ്ട് ഞങ്ങൾ നേരെ ഒരിട്ട കാമ്പസിൽ കരവന്നെത്തിയത് നേരെ ഗോവയിലാണ്. ഗോവ കടപ്പുറത്ത്. അത് ഓടി വരുന്ന ഒരു രസം നോക്കണേ. അന്ന് രാവിലെ ഞങ്ങൾ 2 ബോട്ട് ഫുള്ളാക്കി 2 ബോട്ട് കര വിട്ടപ്പോൾ ഞാൻ തന്നെ ആദ്യത്തെ ബോട്ട് പേടിയുണ്ട്. അപ്പൊ എനിക്ക് നീ കിടക്കാൻ പറ്റൂല, എനിക്ക് കരപ്പോണമെന്ന് പറഞ്ഞു. അങ്ങനെ 10 പേര് 2 ബോട്ടിലായിട്ട് കര വന്നു. മൊത്തം 10 ബോട്ടാണ്. 8 ബോട്ട് ഇനിയും കടലിൽ കിടക്കുകയാണ്.
കര വരുമ്പോൾ അങ്ങനെ ഏതാണ്ട് ഒരു 5:30 വൈകുന്നേരം രാവിലെ വിട്ട പോട്ട് 5:30 ആയപ്പോൾ ഒരു അന്തരീക്ഷം കാണുന്നു, തീരം കാണുന്നു. അപ്പോൾ എനിക്കൊരു സന്തോഷമായി, കര കണ്ടല്ലോ. അത് കരയല്ല, അവിടെ ഒരു ദ്വീപാണ്. രാവിലെ 5 മണിക്ക് വിട്ട പോട്ട് വൈകുന്നേരം 5 മണിക്ക് കരയിട്ട് വന്നപ്പോൾ അവിടെ ഒരു ദ്വീപ് കാണുന്നു. ദ്വീപിൽ ഈ ചൂണ്ടയ്ക്ക് കരയാളെ വെച്ച് കയറിട്ടോണ്ടിരിക്കുകയാണ് അവിടുത്തെ ദ്വീപിലുള്ള നാട്ടുകാർ. പിന്നെ അവിടെ നിന്ന് 2 മണിക്കൂറോളം ദ്വീപ് ഒഴിയെ മാറി തിരിച്ചോടി ദ്വീപ് കഴിഞ്ഞ് ഇപ്പുറത്ത് വന്ന് പിന്നെ ഓടിയ പിറ്റേന്ന് രാവിലെയാണ് ഗോവ കടപ്പുറത്ത് വന്ന് കയറുന്നത്. ഗോവയിൽ നിന്ന് ഓടി കാർവാർ നിന്ന് തകഴിയിൽ വന്നപ്പോൾ ഏതാണ്ടൊക്കെ പിറ്റേന്ന് 3-ാം ദിവസം വൈകുന്നേരമായി. ആ സ്രാഗൊക്കെ വെള്ളത്തിലിട്ടപ്പോൾ വെള്ളത്തിന്റെ പുറത്ത് പൊങ്ങി കിടക്കുകയാണ്. കാരണം ഉപ്പിട്ട് വെച്ചതല്ലേ, 3 ദിവസം കൊണ്ടിരുന്ന ചീഞ്ഞ് നാറും. അതോടും കൂടി ബോട്ടിന്റെ പണി ഞാൻ നിർത്തി, വേണ്ടാന്ന് വെച്ച് പിന്നെ ഇവിടത്തെ മത്സ്യബന്ധനത്തിന് പോകും. ഇത് അന്ന് ചോദിച്ചത് കറക്റ്റായി. അന്നത്തെ അനുഭവം ഇതാണ്. അത് അതായത് ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസം ഞങ്ങൾ മറ്റേ വിഴിഞ്ഞത്ത് പണിക്ക് പോകുമ്പോൾ അതിന് കരുവണ്ടെന്നാണ് പേര് പറയാറ്. കരുവണ്ടെന്ന് പറയും. കറുത്ത താറാവാണ്. ഒരെണ്ണത്തിന് 2-3 കിലോ വരെ വലിപ്പമുള്ളതുണ്ടാവും, ചിലപ്പോൾ 5 കിലോ വലിപ്പമുള്ളതുണ്ടാവും. മത്സ്യത്തിന്റെ ഒരു അന്തരീക്ഷത്തിന്റെ മണം അടിച്ച് അതങ്ങനെ ഒഴി വെക്കേണ്ടേയിരിക്കും. അവിടെ വെള്ളത്തിന്റെ ഒരു പാടം തന്നെ അവിടെ കിടക്കും, എണ്ണപ്പാടം പോലെ ഒരു പാടം കിടക്കും. അവിടെ വളച്ചാൽ മീൻ കറക്റ്റായിട്ട് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് അനുഭവമുണ്ട്. അത് കേടുമ്പോൾ എന്നെക്കാളും മത്സ്യം അറിയാനുള്ളത് പോലെയാണ് ഈ ചോദ്യം വന്നത്. ഇത് പറഞ്ഞ വലിയ വലിയ മത്സ്യങ്ങൾ ഏതെങ്കിലും അതിൻ്റെ അകത്ത് വന്ന് ഈ കൂട്ടത്തോടെ വരുമല്ലോ, ചെറിയ പാവപ്പെട്ട മത്സ്യങ്ങൾ, കുഞ്ഞു മത്സ്യങ്ങൾ കൂട്ടത്തോടെ വരുമ്പോൾ വലിയ മത്സ്യം എന്ന് പറഞ്ഞാൽ വലിയ നെയ്മീനോ ഇങ്ങനത്തെ വലിയ ഈ പന്നി, കടലാന എന്ന് പറയും, ഇങ്ങനെയുള്ള ദിമുക്കലം, ഇങ്ങനെയുള്ള ഐറ്റങ്ങൾ അതിൻ്റെ അടുത്ത് വരികയാണെങ്കിൽ നമ്മളെ വിട്ടത് ഓടി ചെതറും. നമ്മൾ തന്നെ അടുത്ത് പോയാലും നമുക്ക് പിടിക്കാൻ പറ്റൂല. ആ രീതിക്കൊക്കെ വരണ്ടു പോകും. അങ്ങനെ അനുഭവമുണ്ട്. 3 ഐറ്റം ഉണ്ട്. ആന എന്ന് പറയും ഞങ്ങളുടെ നാടൻ ഭാഷയിൽ, അതിന്റെ പേരാണ് തിമിംഗലം. പിന്നെ വെള്ളിടുമ്പെന്ന് പറയും, അതൊരു ഐറ്റം ഉണ്ട്. അത് പൊട്ട് പോലെ കിടക്കും. അത് വേറെ ശല്യമൊന്നുമില്ല. ആനയെന്ന് പറഞ്ഞാൽ വലിയവനാണ്, കടലിലെ വലിയ രാജാവാണ്. ഈ വെള്ളിടുമ്പെന്ന് പറയുന്നത് ചെറിയ ഒരു മീഡിയം സൈസാണ്. സ്രാവിനെക്കാളും ഒരു 10-500 കിലോ കൂടുതലിരിക്കും. അത് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അത് വന്ന് എണ്ണത്തിനൊക്കെ അങ്ങ് കീറി കടിച്ചിട്ട് അങ്ങ് പോകും, അത്രയേ ഉള്ളൂ. മറ്റവനാണെങ്കിൽ എന്തെങ്കിലും തട്ടി കയ്യോ കാലോ തട്ടിയാൽ നമ്മളെല്ലാം പോയി. ചതിക്കൂല ആന എന്ന് പറയുന്നത്. ആരെയും ചതിച്ച ചരിത്രമില്ല. ഈ പന്നി എന്ന് പറയണത് ഈ മീനുകളെ ഓട്ടിക്കുന്നതാണ്. കടൽപ്പന്നി അത് മത്സ്യത്തിനെ വരട്ടി ഓട്ടിക്കും. അതുള്ള ഇടത്ത് മീനുണ്ടാവില്ല. ഒന്നും ചെയ്യില്ല. അത് കീറാനൊന്നും പറ്റൂല. അത് കുടുങ്ങി പോകും, ഇല്ലെങ്കിൽ അത് അങ്ങ് പോകും, അത്രയേ ഉള്ളൂ. തിരണ്ടിയിലൊരു മുള്ളുണ്ട്. അത് എല്ലാ തിരണ്ടിയിലും അല്ല. അതായത് ഊളാന്തരച്ചി എന്ന് പറയും, മേലുവത്തിരച്ചി എന്ന് പറയും, പിന്നെ കൊമ്പൻ തിരച്ചി എന്ന് പറയും, പിന്നെ വന്നിട്ട് കണ്ണൻ തിരച്ചി എന്ന് പറയും. ഈ തിരണ്ടിയിൽ 6 ഐറ്റം ഉണ്ട്. ഈ 6 ഐറ്റത്തിലും വിഷം കൂടിയത് ഏറ്റവും മോശപ്പെട്ട തിരണ്ടിയാണ്. അതായത് ഊളാന്തരച്ചി എന്ന് പറയുന്നത് ആർക്കും വേണ്ടാത്ത ഒരു തിരണ്ടിയാണ്. അതിന് ഭയങ്കര വിഷമുള്ളതാണ്. ആ തിരണ്ടി ഒരു പ്രാവശ്യം എനിക്ക് ഇവിടെ കൊത്ത് ഈ സൈഡ് കയറിയിട്ട് ഒരു 3-4 മാസം വരെ ഞാൻ അനുഭവിച്ചതാണ്. പഴുത്ത് തരിപ്പെന്ന് പറഞ്ഞാൽ സാധാ തരിപ്പല്ല ഉണ്ടാകുന്നത്, ചെറിയ തിരച്ചിയാണ്, ആർക്കും വേണ്ടാത്ത തിരച്ചിയാണ്. അത് വളരത്തുമില്ല. കൂടുതൽ വളർന്നാൽ ഇത്രയേ വളരും, അത് കഴിഞ്ഞാൽ അത് വളരില്ല. അതിന്റെ വിഷം ഇത്തിരി ഭയങ്കരമാണ്. ബാക്കിയുള്ളതിനൊക്കെ വിഷം കുറവാണ്. എല്ലാത്തിനും മുള്ളുണ്ടാവും. അത് നമുക്ക് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാം. ഇവിടങ്ങളിലൊക്കെ ഒരു ഉണക്ക തിരണ്ടി ഞാൻ ഒരെണ്ണം ഇപ്പോഴും വീട്ടിൽ വെച്ചിട്ടുണ്ട്. നാടൻ ഭാഷയിലെ ഊളാൻ തിരച്ചി എന്ന് പറയും. ഊളാൻ തിരച്ചി എന്നാണ് പറയുന്നത്. ഇത് സാധാരണ തിരണ്ടിയാണ്. ഇതിന്റെ മുള്ളാണ് ഇത്തിരി വിഷം കൂടിയത്. ഇതിന്റെ വലിപ്പം വന്നിട്ട് ഏതാണ്ട് ഇതിനേക്കാളും ഒരു 2 അടി കൂടെ വളരും, അതിനപ്പുറത്ത് വളരില്ല. മറ്റതാണെങ്കിൽ തിരണ്ടിയിൽ വേറെ പേരുള്ളത് കൊണ്ട് അതൊക്കെ ഇത്തിരി കൂടെ സ്റ്റാൻഡേർഡാണ്. അത് നല്ല ഇതിനേക്കാളും നന്നായിരിക്കുകയും ചെയ്യും കഴിക്കാൻ വേണ്ടി. ഒരു ഫിഷിംഗ് ബോട്ടിലാണെങ്കിൽ ഒരു 8-10 പേര് പോവാം. നമ്മൾ പോകുന്ന തട്ടുപടി എന്ന് പറഞ്ഞ വഞ്ചിയിലാണെങ്കിൽ മിനിമം 12 പേർക്ക് പോവാം. അതിൽ കൂടുതൽ 20 പേർക്ക് 22 പേർക്ക് വരെ പണിക്ക് പോവാം. പിന്നെ ഉണ്ടാവും. അത് ഈ ഡ്രൈവർ എഞ്ചിൻ വെച്ച് നടത്തുന്നവന് ഡ്രൈവറായിട്ട് അവന് 5 രൂപ കൂടുതൽ കൊടുക്കും. ലൈറ്റിന്റെ കൂടെ ചൂണ്ടയിട്ട് കണ്ണു മുളിച്ച് നേരം വിളിക്കുന്നവരെ മീൻ പിടിക്കാൻ വേണ്ടിയിരിക്കുന്നവരാണെങ്കിൽ അവന് 50 രൂപ കൂടെ കൊടുക്കും. പിന്നെ ഇതിൽ നാടൻ ഭാഷയിൽ പറഞ്ഞ ചേലാളി എന്ന് പറയുന്ന
ഒരുത്തനുണ്ടല്ലോ, ചേല് പറഞ്ഞു കൊടുക്കും, ഇവിടെ മീൻ കിട്ടൂല, ഇപ്പുറത്ത് പോവാ, വെള്ളത്തിന്റെ ഒഴുക്ക് ഇങ്ങനെയാണ്, മടി ഇത്തിരി താത്തി വിളയ്ക്കണം, അല്ലെ പൊക്കി വിളയ്ക്കണം. ഇത് കാണുന്ന ഒരു കൂട്ടത്തിലുള്ള ഒരു ചേലാളി, അവനൊരു പക്വത ഉണ്ടാവും. ചേലാളി എന്ന് പറയുന്നവന് ഒരു 50-100 രൂപ അങ്ങനെ കൂടെ കൊടുക്കും. അണിയത്തിരിക്കുന്നവനല്ല, അണിയത്തിരിക്കുന്നവൻ ചേലാളിയല്ല, അവന് കോളയാണ്. കാരണം തട്ടുമടിക്ക് അവൻ ചേലാളിയല്ല. അണിയത്തിരിക്കുന്നതിൽ ഒരു ചോദ്യം കറക്റ്റാണ്. കാരണം ഈ കരക്കുമടി താങ്ങുമല എന്ന് പറയുന്ന അങ്ങോട്ടുണ്ടല്ലോ, പരപ്പനങ്ങാടി അങ്ങോട്ടുള്ള ദൂരത്ത്, അവന് മത്സ്യം കാണാൻ വേണ്ടി മുമ്പ് നിൽക്കും, അണിയത്തിന്റെ മുകളിൽ കയറി നിൽക്കും. മത്സ്യന് മരുന്നു പോകുന്നു, ഏത് വഴിക്ക് വരുന്നതാണ്ട് അവിടെ വരുന്നു, അവനാണ് അവിടത്തെ ചേലാളി, അതിന്റെ ചേലാളി. ഈ ഇവിടത്തെ ചെറിയ ഏറ്റത്തിൽ പോകുന്ന ചേലാളി എന്ന് പറയുന്നത് ഈ ഇഞ്ചിലിരുന്നിട്ട് വയർലെസ് വെച്ച് കാമ്പസും വെച്ച് കാണുന്നവനാണ് ഇവിടത്തെ ചേലാളി. അങ്ങനെ ഓരോ സെക്ഷനും ഓരോ ചേലാണ്. സ്ട്രാങ്കർ എന്ന് പറയും. സ്ട്രാങ്ക് അവിടെയാണ്, ബോട്ടിലൊക്കെയാണ് സ്ട്രാങ്ക്. ഇവിടെ സ്ട്രാങ്ക് ഇല്ല, ഇവിടെ ഡ്രൈവർ എന്ന് പറയും. അങ്ങനെയുള്ളവർക്ക് സ്ഥാനമല്ല, സ്ഥാനമല്ല. ഇതാ ചേലറിയാവുള്ളവൻ ചേലാളിയും, പ്രായമുള്ളവൻ ഒന്നും അറിയില്ലെങ്കിൽ അവൻ പാവപ്പെട്ടവൻ തന്നെയാണ്, അവൻ മരുതായിരിക്കും. ഉന്നതനായിട്ടുള്ളവൻ ഒരു ചേലാളി എന്ന് നമ്മൾ ഒരാളെ ഒന്നുകിൽ ഡ്രൈവർ ആയിരിക്കാം, അല്ലെങ്കിൽ അവന് അവിടെ സ്ട്രാങ് എന്നും പറയും, ഇവിടെ ചേലാളി എന്നും പറയും, ഡ്രൈവർ എന്നും പറയും. പോവും. ആ ചേലാളി പറയുന്ന പോലെ നമ്മൾ പോകും. അതായത് ഞങ്ങൾ പോകുന്നിടത്തൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചേലാളി എന്ന് പറയുന്നവൻ ഇരുന്നാലും ചേലില്ലാത്തവൻ ഇരുന്നാലും ഒരേ റേറ്റ് തന്നെയാണ്. പക്ഷെ കിട്ടുന്നത് ഡ്രൈവറായിട്ടിരിക്കുന്നവന് 5 രൂപ, 50 രൂപ, 100 രൂപ കണ്ടതുപോലെ കൂടെ കൊടുക്കും. ഈ ലൈറ്റിൽ കുത്തിയിരുന്ന് നേരം വെളുക്കുന്നവരെ ഇങ്ങനെ ചൂണ്ടയിടും. നമ്മൾ ഉറങ്ങി കിടക്കും, അവന് ചൂണ്ടയിടും. ചൂണ്ടയിടുമ്പോൾ ചൂണ്ടയ്ക്ക് കിട്ടുന്ന മീനും നമുക്ക് തന്നെ തരും. അങ്ങനെ വിത്ത് നമ്മൾ മുതലാകും. ചില സമയങ്ങളിൽ കിട്ടും, ചില സമയം കിട്ടാതിരുന്ന അവൻ കിടന്നുറങ്ങും. നമ്മൾ അധ്വാനിച്ച് കൊണ്ടുവന്നാലും നമ്മൾ അവനെപ്പോഴും 100 രൂപ കൂടെ കൊടുക്കണം. അങ്ങനെ 4 ചാളത്തടി ഉണ്ടെങ്കിൽ 4 പേര് കുത്തിയിരിക്കുന്നവരുണ്ടാവും. 2 ഇഞ്ചിന് 2 ഡ്രൈവർമാരുണ്ടാവും. ഈ 6 പേർക്കും ദിവസം നമ്മളിരുന്ന് ഒരു 100-50 രൂപ കൂടെ കൊടുക്കും. ബാക്കിയുള്ളവരെല്ലാം തുല്യ പങ്കാണ്. അതിന് പ്രായത്തിന് വലിപ്പവുമില്ല. കൊച്ചു പയ്യനായാലും വലിയ പയ്യനായാലും തുല്യമാണ്. ആന വിരട്ടും മീനുള്ള ഇടത്ത് ഇവൻ പോയിട്ട് വാ വിളന്ന് ഇവന് ആവശ്യമുള്ളത് എടുക്കും. എടുത്തിട്ട് ഒരു അടി അടിക്കുമ്പോൾ മീൻ ചെതറി അങ്ങ് പോകും. അതിന്റെ സ്മെല്ല് വരും. ആന മീൻ കഴിച്ചിട്ട് ഛർദ്ദിക്കുന്ന ഒരു മണം വരുമ്പോൾ നമ്മൾ പറയും ഇവിടെ ആന ഉണ്ട്, നമ്മൾ ഇവിടെ നിൽക്കണ്ട, ഇവിടെ മീനുണ്ടാവില്ല, നമ്മൾ ദൂരെ മാറിപ്പോകും. ഇല്ല, അത് ഛർദിനല്ല, അത് അന്നുണ്ടായ ഒരു ഇന്ധനത്തിന്റെ കണക്കാണ് അവർ ജനങ്ങൾ പറഞ്ഞത്. അത് പോയി. പിടിക്കുന്നത് ഈ വെട്ടത്തിൽ ഇപ്പൊ കിട്ടാറുണ്ട്, കുറച്ചേ കിട്ടും. അതായത് 1 കൊട്ട 2 കൊട്ട കിട്ടും. ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസം വർഷകാലത്ത് വരുമ്പോൾ 2000 കിലോ, 3000 കിലോ, 1000 കിലോ, 500 കിലോ വരെ കിട്ടും. അതിനാണ് പൈസ. ഉണക്കി കച്ചവടക്കാർ ചെയ്യും. ഞാൻ മെനഞ്ഞാന്ന് 5 എണ്ണം വാങ്ങിച്ച് 2 എണ്ണം കൂട്ടാൻ വെച്ച് 3 എണ്ണത്തിനെ ഉണക്കി. എനിക്ക് നല്ല ഇഷ്ടമാണ് ഉണക്കിയ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഇത് പൈസ കൊടുത്ത് വാങ്ങിച്ചത്. കടലിൽ പോയിട്ടുണ്ട്, മെനഞ്ഞാന്നും കടലിൽ പോയി, എനിക്ക് കിട്ടിയില്ല. ഇവിടെ വിൽക്കുന്നപ്പോ ഞാൻ കച്ചവടക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ് പോയത്. അന്ന് ഒരു 500 രൂപ കിട്ടും. അത്രേ ഉള്ളൂ. അത് ഈ ചെറിയ മീനാണ്, നെത്തോലിയുടെ ചെറിയ ഐറ്റം. അതും 2 കൂട്ട കണവാൻ കിട്ടുമ്പോൾ അത്രയേ ഉണ്ട്. നമ്മുടെ നാട്ടിലുണ്ട്. പള്ളിയുടെ നേര് കടപ്പുറത്ത് ഒരു ഗവൺമെന്റ് ഉണ്ട്. ഗവൺമെന്റിൽ തന്നെ വല നെയ്യുന്നുണ്ട്. പിന്നെ 3 സൊസൈറ്റി ഉണ്ട്. സൊസൈറ്റിക്കാർ തന്നെ നൂലെടുത്ത് പാവപ്പെട്ടവർക്ക് കൊടുക്കുകയാണ് വല നെയ്യാൻ വേണ്ടി. അവർക്ക് 200 രൂപ 250 രൂപ കൂലി കൊടുക്കുന്നു. വാങ്ങിക്കുന്നവർക്ക് കയ്യിൽ നിന്ന് 300-400 രൂപ എടുക്കും. പിന്നെ വഞ്ചിയും ഔട്ട്ബോർഡ് എഞ്ചിനും ഉണ്ടായിരുന്നു. അതിനുശേഷം സ്വന്തമായിട്ടൊരു ബോട്ട് ഉണ്ടാക്കി കൊച്ചിയിൽ സ്ഥിരം പണിയായിരുന്നു. അങ്ങനെയാണ് തകഴി വരെ പോയിട്ട് ആ ബോട്ട് ഉപേക്ഷിച്ചിട്ട് പിന്നെ ഏതാണ്ട് 55-60 വയസ്സായപ്പോൾ പണി നിർത്തി. സ്വന്തമായിട്ടുള്ള ഉപകരണങ്ങളൊക്കെ വിട്ട് പിള്ളേരൊക്കെ വിദ്യാഭ്യാസത്തിലൊക്കെ കയറി, എല്ലാം കല്യാണങ്ങളൊക്കെ ആയി. അതുകൊണ്ട് ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു മത്സ്യബന്ധനത്തിന് ഇവിടെ പോകും. അതെല്ലാം ജൂൺ തൊട്ട് വിഴിഞ്ഞം കടപ്പുറത്താണ്. വിഴിഞ്ഞം കടപ്പുറത്ത് പോകുമ്പോൾ ഇവിടുന്ന് 2 മണി, 12 മണി, 1 മണിക്ക് ഞങ്ങൾ ചോറും കൊണ്ടൊക്കെ കെട്ടും കെട്ടി വണ്ടിയിൽ കയറി അങ്ങ് പോകും രാത്രി. പിന്നെ വരുന്നത് വൈകുന്നേരം 5 മണിയാവും, ചിലപ്പോൾ 12 മണിയാവും, 1 മണിയാവും, ചിലപ്പോൾ 6 മണിയാവും. പിറ്റന്ന് വൈകുന്നേരത്ത് പണി കഴിഞ്ഞ് മീനൊക്കെ പറ്റി കുളിച്ച് കണക്കൊക്കെ നോക്കി വണ്ടിയിൽ വരുമ്പോൾ ഇവിടെ വരുമ്പോൾ 5 മണി 6 മണിയൊക്കെ. അത് നല്ലൊരു രസമാണ്. കാരണം തണുപ്പ് കാലത്ത്
ഒന്നും അറിയാതെ കടലിലേക്ക് പോവുക, അവിടെ നിന്ന് മീനും കൊണ്ടുവരിക, കരിക്ക് മീനും കൊണ്ടുവരിക. പിന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള ഹാർബർ വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാളും കുറച്ചുകൂടെ ഭംഗിയായിട്ട് പോകും. കടന്ത ചുട്ട് തിന്നും, പിന്നെ കൊമ്പങ്ക്ലാത്തി, ഏളെടുക്ക് മീന്, ഈ ഉളുക്ക്, ഇതൊക്കെയാണ് അന്നത്തെ മീനുകൾ, ഫേമസ് മീൻ. അതൊന്നും ഇപ്പൊ ഇല്ലല്ലോ. പിന്നെ ഗിണിയാവുണ്ട്, ഇതൊക്കെയാണ് അന്നത്തെ മീനുകൾ. കാണാൻ കിട്ടൂല. മറ്റേ അതിപ്പോ ഓണക്ലാത്തി എന്ന് പറയും. കൊമ്പങ്ക്ലാത്തി, ഏളെടുക്ക് മീന്, ഈ കടന്ത, പിന്നെ വന്നിട്ട് പല്ലങ്കിണിയ, ഇതൊക്കെ അന്നത്തെ മീനുകൾ. അതൊന്നും ഇപ്പൊ ഇല്ല. വിശ്വാസങ്ങൾ പണ്ടൊക്കെ ഉറപ്പാണല്ലോ. കാരണം കടലിൽ നമ്മൾ പോകുമ്പോ, മത്സ്യബന്ധനത്തിന് പോകുന്നത് നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു പക്വതയോടെയാണ് അന്ന് പോകുന്നത്. നമ്മുടെ പൂർവികന്മാര് അങ്ങനെ പോകും. അവര് പോകുമ്പോൾ വീട്ടിലൊക്കെ പ്രാർത്ഥിച്ചിട്ട് കരയിൽ ഇറങ്ങുമ്പോൾ കടലമ്മയടുത്ത് പറഞ്ഞ് അവിടെ കടലിന്റെ വെള്ളത്തിനെ തൊട്ട് നമ്മളിങ്ങനെ കുരിശ് വരച്ച് ജപിച്ച ഒരു പ്രാർത്ഥന കഴിഞ്ഞിട്ട് കടലെടുത്ത് ചാടും. ആ ചാടുന്ന ചാട്ടം നമ്മൾ വിശ്വാസത്തോടെ തിരിച്ചു വരും. പക്ഷെ തിരിച്ചു വരുന്നതിന് മുമ്പ് തിര പൊക്കമുണ്ടെങ്കിൽ കടലിന്റെ ഉള്ളിൽ കിടന്നിട്ടും അവിടെയും ഇരുന്ന് പ്രാർത്ഥിക്കും. കെട്ടൊക്കെ വന്തശാട്ടൊക്കെ കെട്ടിയെടുത്ത്, കാരണം എന്ത് സംഭവിച്ചാലും ഈ കെട്ടോടെ തന്നെ നമ്മൾ പോകും. ആ വിശ്വാസത്തിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെയും ദൈവത്തിനോട് 2 പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ട് അത് അന്നത്തെ വിശ്വാസമാണ്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് വേണമെങ്കിൽ ചീത്ത വിളിച്ചിട്ടും ചാടുന്നു, മദ്യപിച്ചിട്ട് ചാടുന്നു, മദ്യപാൻ കൊണ്ടുപോകുന്നു. നമ്മൾ കൊണ്ടുപോയിട്ടില്ല. അതെ, അങ്ങനെ വിശ്വസിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ആ വെള്ളത്തിനെ തൊട്ട് തലയിലൊക്കെ കുരിശ് വരച്ചിട്ടേ പോകും. അപ്പൊ കടലിൽ പോകുമ്പോ അങ്ങനെയൊക്കെ വേറെ ഒന്നും ചിന്തയില്ലാതെ അവിടെ ജപമാല പഠിച്ചിട്ടേ ഇരിക്കും. ഒരു കാറ്റ് വരും, മറ്റേ ഇടിമിന്നൽ വരും. ഞങ്ങൾ പോകുന്ന സമയത്ത് തന്നെ തൊട്ടടുത്തുള്ളവർക്ക് ഇടിമിന്നലേറ്റ് 2 പേരും മരണപ്പെട്ടിട്ടുണ്ട് കടലിൽ. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അവിടെ ജപമാലയും പഠിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ, പന പോലെയുള്ള ഓമലുണ്ടല്ലോ, എത്ര മഴ വന്നാലും ഇന്ന് പ്ലാസ്റ്റിക് പേപ്പറും വീടും കൂടാരവുമാണ്, അന്നൊന്നും ഇല്ല. ഈ ഓമല ഇങ്ങനെ പിടിച്ചിട്ടേ ഇരിക്കും. ഈ തുളവ എന്ന് പറയുന്ന സാധനത്തിന്റെ കുരുക്ക് വെച്ചിട്ട് ഇങ്ങനെ മഴ തീരുന്നത് വരെ ഒരേ ഇരിപ്പ് തന്നെയാണ്. അത് ഇരുന്നിട്ട് മഴ തീർപ്പോൾ നമ്മളതിനെ മടക്കി വരും. അപ്പോൾ ഉള്ളിൽ നിന്ന് നേരത്തെല്ലാം ദൈവത്തിനോടുള്ള പ്രാർത്ഥനയായിരിക്കും. വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റൂല ആർക്കും. ആ ഭയം ഉണ്ടാവും. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ബോട്ടിൻ്റെ അകത്ത് മഴ വന്നാലും സീരിയൽ ലൈറ്റ് ഇട്ട് ടിവിയും തട്ട് വെച്ചിട്ട് ഓണാക്കിയിട്ട് വയർലെസ്സിൽ വാട്സപ്പും കണ്ടിരിക്കുകയാണ്. ഇവിടെ എന്ത് നടക്കുന്നോ അവനറിയുന്നില്ല. പിന്നെ ഒരു സുപ്രഭാതത്തിലാണ് 2 ബോട്ട് താന്ന് 4 പേരെ കണ്ടില്ല, 5 പേര് മരണപ്പെട്ടു പോയി എന്നൊക്കെ വാർത്തകൾ കേൾക്കാം. അന്ന് അങ്ങനെയുള്ള വാർത്തയില്ല. ആ വിശ്വാസത്തിൽ ഒരു നഷ്ടവും വന്നിട്ടില്ല. ദൈവത്തിന്റെ വിശ്വാസം എപ്പോൾ നഷ്ടപ്പെട്ടോ അപ്പോഴെല്ലാം ഈ ഭൂകമ്പവും കടൽക്ഷോഭവും മരണവും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അതൊരു വിശ്വാസമല്ല, അത് നമ്മുടെ ഒരു സങ്കല്പമാണ്. അത് ദൈവവുമായിട്ട് കൂട്ടിയിണക്കേണ്ട കാര്യമല്ല. നമ്മൾ തീരമില്ലാത്ത ഇടത്തെഴുതിയാൽ അവിടെ നിൽക്കും. തീരം വരുന്നു, തിര വരുന്നു, പോകുന്നു, ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ എഴുതുകയാണെങ്കിൽ തൊട്ട് പറഞ്ഞ് തിര വന്ന് കൊണ്ടുപോകും. അതൊരു നമ്മുടെ ഒരു സങ്കല്പമാണ്. ഒരു കഥ ഉണ്ടെന്ന് വെച്ചാൽ, ഈ തീരം നശിച്ചിങ്ങനെ വന്ന് വാർന്ന് പോകുമ്പോൾ അവിടെ ഈ കൊട്ടറാളെന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് കൂട്ടാനും വെച്ചിട്ടുണ്ട്. ഞണ്ടിന്റെ അല്ല, വേറൊരു ഐറ്റം ഉണ്ട്. ഇങ്ങനെ ഉരുള പോലെ ഇരിക്കും, ഉരുണ്ടിരിക്കും, ചക്കക്കുരുവിന്റെ വലിപ്പത്തിലിരിക്കും. അത് ഇങ്ങനെ ഇരിക്കും. അത് വരുമ്പോൾ പിള്ളേരെ കൊട്ടറാൾ പിടിച്ചുതരാം, ഞണ്ട് പിടിച്ചുതരാം എന്ന് കൊണ്ടുപോകും. കൊണ്ടുപോകുമ്പോൾ വെള്ളം തീരം വന്നിങ്ങനെ മാർന്ന് പോകുമ്പോൾ അവിടെ കണ്ണ് വെച്ച് അത് പുറത്ത് നിൽക്കും. അപ്പം നമ്മൾ ഓടിച്ചെന്ന് ഇങ്ങനെ ഒരു പിടി മണ്ണ് താഴ്ത്തി എടുക്കുമ്പോൾ അതിൽ 2ഉം 3ഉം കിട്ടും. ആവശ്യമുള്ള വലിപ്പമുള്ളത് എടുക്കും, ചെറുതിനെ കളയും. അത് പിന്നെ മണ്ണിലിട്ട് ഒരു കുപ്പിയിലിട്ട് വെള്ളത്തിലിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 1, 2, 3 ദിവസം വരെ ആ വെള്ളത്തിൽ നിൽക്കും. നല്ല വെള്ളം മാറ്റി കൊടുത്താൽ ചത്തുപോകും. ഉപ്പ് വെള്ളത്തിലാണെങ്കിൽ പിന്നെയും ഓടും. അത് ചുട്ടും കഴിച്ചിട്ടുണ്ട്, അവിച്ചും കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതൊക്കെ ഇപ്പം ആരും ഉപയോഗിക്കാറില്ല. ഇപ്പോഴും കിട്ടുമായിരിക്കാം. ഇപ്പം ആരും തീരമില്ലല്ലോ. തീരെ ഉള്ള സമയത്തൊക്കെ അത് കിട്ടും. ഇപ്പം തീരമില്ല, അത് കിട്ടാൻ ചാൻസ് ഇല്ല. ചേല് വരുന്നു, കാറ്റ് വരുന്നു, കോള് വരുന്നു, ഇതാണ് ചേല്. ആ ചേലാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. നമ്മളെ കടവായിൽ ഇരുന്ന് കയറുന്നു, കരമാറിൽ കുടുക്കം വെച്ച് ഉടനെ ഇന്ന് ചേല് വരും, ഉള്ള കിടക്കുന്ന വെള്ളത്തെ കൊണ്ട് ഉയരപ്പിടിയ എന്നൊക്കെ പറയും. ഇത് നമ്മുടെ നാടൻ ഭാഷയിൽ പറയുന്നതാണ്. അങ്ങനെ അതുകൊണ്ട് വയ്ക്കുമ്പോൾ അന്ന് ആ ചേലുണ്ടാവും. ഇപ്പൊ അതൊക്കെ കാലങ്ങൾ മാറിയപ്പോ ഇപ്പോ വാട്സപ്പിലും ഗ്രൂപ്പിലൊക്കെ പറയുന്നു, ഇന്ന് 24 മണിക്കൂറിന് പണിക്ക് പോകാൻ പറ്റിയ കടല് 2 അടി മുതൽ 3 അടി വരെ ഉയരത്തിൽ വരുന്നു. ഇങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് ജനങ്ങൾക്ക് അത് മനസ്സിലാവുന്നു. ഇപ്പൊ ആ ചേലൊക്കെ അങ്ങ് മാറി. ഇപ്പൊ വിദ്യാഭ്യാസമുള്ള കാലമായതുകൊണ്ട് വാട്സപ്പ് വഴിയും ഗ്രൂപ്പിലും വരുന്നത് കണ്ടിട്ട് ഓരോരുത്തരും അതിന്റെ കോളാറ് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. ആ കാറ്റിന്റെ അന്തരീക്ഷം വരുന്നുണ്ട്, അവർ പറഞ്ഞത് ശരിയാണ്, ഇന്നല്ലെങ്കിൽ നാളെ എടുക്കും.
ഇത് 2 ദിവസം മുമ്പ് മഴ ഉണ്ടെന്ന് പറഞ്ഞു, 2 ദിവസം മഴ ഉണ്ടായിരുന്നു. അതൊക്കെ ജനങ്ങള് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാറും തോറും നമ്മളും മാറുന്നു, ജനങ്ങളും മാറുന്നു. പക്ഷെ മാറാതെ കിടക്കുന്നതൊക്കെ കുറെ ആളുകൾ അങ്ങനെ ഉണ്ടാവാം, ഇല്ലെന്നല്ല.